ത്രിയേക ദൈവത്തിൻ്റെ സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഒരിക്കൽ ഒരു പെൺകുട്ടി അവളുടെ അമ്മയുടെ അടുക്കൽ ഒരുപാട് സങ്കടപ്പെട്ടു. കോളേജിലെ അസൈൻമെൻറ്റുകളെല്ലാം പെൻഡിങ് ആണ്. എൻ്റെ പ്രിയ കൂട്ടുകാരി മറ്റൊരു പട്ടണത്തിലേക്ക് പോയി. എനിക്ക് തീരെ സുഖമില്ല. പാർട്ട് ടൈം ജോലി ചെയ്തിരുന്നതും എനിക്ക് നഷ്ടമായി. എനിക്കിനി ജീവിക്കണ്ട. അവളുടെ അമ്മ ഈ സമയം ഒരു കേക്കുണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. അമ്മ അവളുടെ കയ്യിൽ കുറച്ചെണ്ണ കൊടുത്തിട്ട് കുടിക്കുവാൻ പറഞ്ഞു. പിന്നെ കുറേ മാവ് കൊടുത്തു. മുട്ടയും പാലും ഉപ്പും വെവ്വേറെ തിന്നുവാൻ കൊടുത്തു. അതവൾ തിന്നുവാൻ കൂട്ടാക്കിയില്ല. എന്താ അമ്മേ ഇങ്ങനെ ചെയ്യുന്നത്? ഇതൊന്നും പച്ചയ്ക്ക് തിന്നുവാൻ പറ്റില്ലെന്ന് അറിയില്ലേ? അമ്മ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി ഒരു കേക്കുണ്ടാക്കുകയാണ്. ഞാൻ പലപ്പോഴായി ഈ സാധനങ്ങൾ പല അളവിൽ ചേർത്ത് കുഴയ്ക്കും. അതൊന്നും തന്നെ ഒറ്റയ്ക്ക് വെവ്വേറെ തിന്നുവാൻ കഴിയില്ല. എന്നാൽ ഇതെല്ലാം ഞാൻ യോജിപ്പിച്ചു കഴിഞ്ഞ് ഓവൻ്റെ അകത്ത് ബേക്ക് ചെയ്യുവാൻ വയ്ക്കും. അതിനുശേഷം നിനക്കിഷ്ടമുള്ള കേക്ക് തയ്യാറാകും. ഇങ്ങനെയാണ് മോളെ നിന്റെ ജീവിതവും. ദൈവം നിന്നിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ചില വ്യക്തികൾ നിന്നിൽ നിന്നും അകന്നു പോകും. നിനക്കിഷ്ടമില്ലാത്ത ചിലത് ചേർക്കപ്പെടും. നിന്നെ അസ്വസ്ഥതപ്പെടുത്തുന്ന ചിലത് നിന്നിൽ വന്നു ചേരും. കണ്ണീരും വേദനയും ഒറ്റപ്പെടലും ഒക്കെ വരും. പക്ഷേ തളർന്നു പോകരുത്. ദൈവം നിനക്കായി ഏറ്റവും ഉത്തമമായ ഒരു ഭാവി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നീ ആകുലപ്പെടേണ്ട. നിന്റെ ദൈവം നിനക്കായി ഒരു കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, നമുക്ക് ചുറ്റിലും നടക്കുന്ന സംഭവങ്ങൾ ഒരു ബന്ധവുമില്ലാതെ, ഒന്നും മനസ്സിലാകാതെ അവ്യക്തമായ രീതിയിൽ രൂപപ്പെടുമ്പോൾ അവ നമ്മുടെ നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ ആശ്രയമർപ്പിക്കാം. റോമർ 8:28. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.